അപ്പം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പിന്നെ ഗ്രീൻ പീസും പിന്നെ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് പിടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 5-6 വിസിൽ വരെ ഇത് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിടും. പിന്നീട് നമുക്ക് ആവിയെല്ലാം പോയി കഴിഞ്ഞ് കുക്കർ തുറന്ന് നോക്കാവുന്നതാണ് എത്രമാത്രം വെന്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്ന് നോക്കുവാണ്. നല്ലപോലെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു പകുതി സവാള മതിയാവും. പകുതി സവാളയും ഒരു 2 പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി എന്നിവ നല്ലപോലെ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. ഒരു പകുതി തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഇതിൽ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഒരു 2 ടേബിൾ സ്പൂൺ. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിരിക്കുന്നു.